രാജ്യം കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഉള്ളിൽ നിന്ന് ശത്രുവിനായി ചാരപ്പണി നടത്തുന്നവരെയും രാജ്യദ്രോഹികളെയും വേരോടെ പിഴുതെറിയാൻ വൻ സൈനിക പോലീസ് വേട്ടയുമായി ഇറാൻ. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ശത്രു രാജ്യങ്ങളുമായി സഹകരിക്കുകയും ചാരവൃത്തി നടത്തുകയും ചെയ്ത കടുത്ത കുറ്റങ്ങൾ ചുമത്തി ഇതുവരെ 6500-ലധികം പേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തതായി ഇറാന്റെ നിയമനിർവഹണ സേനയായ ഫരാജയുടെ ചീഫ് കമാൻഡർ ജനറൽ അഹമ്മദ് റസ റദാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന രീതിയിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്ന ഒരൊറ്റ ശത്രുവിനെ പോലും വെറുതെ വിടില്ലെന്നും അവരെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള കടുത്ത ഓപ്പറേഷനുകൾ ഇപ്പോഴും രാജ്യത്തുടനീളം അതീവ രഹസ്യമായി തുടരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ജനുവരിയിലുണ്ടായ ആഭ്യന്തര കലാപങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തിയെ പോലും ഇതുവരെ സേന വിട്ടയച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കമാൻഡർ പോലീസിന്റെ കൺവെട്ടത്തു നിന്നും ആരും രക്ഷപ്പെടില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. യുദ്ധകാലത്തെ അസ്ഥിരത മുതലെടുത്ത് രാജ്യത്തിനകത്ത് കുറ്റകൃത്യങ്ങൾ നടത്താൻ നോക്കുന്ന ആയുധധാരികളായ പ്രൊഫഷണൽ കള്ളന്മാർക്കെതിരെയും കടുത്ത നടപടികളാണ് ഇറാൻ പോലീസ് സ്വീകരിക്കുന്നത്. ഈ അതിശക്തമായ ഏറ്റുമുട്ടലുകളിൽ നിരവധി കുറ്റവാളികൾ കൊല്ലപ്പെടുകയും ഇവരിൽ നിന്നായി 100-ലധികം മാരകായുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിർത്തികളിൽ യുദ്ധക്കളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിനകത്തെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് കമാൻഡർ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. യുദ്ധകാലത്തെ ആഭ്യന്തര സുരക്ഷാ മേഖല രാജ്യം ഒട്ടും ഉപേക്ഷിക്കില്ലെന്നും എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് തന്നെ ഫരാജ സേന നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അതീവ സങ്കീർണമായ സാഹചര്യത്തിലും രാജ്യത്തിന്റെ സുരക്ഷാ നീക്കങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുകയും നിർണായക വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഇറാഖി പൊതുജനങ്ങൾക്ക് കമാൻഡർ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി.